Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് വെജിറ്റേറിയൻ റെസിപ്പി ചെയ്യുന്നില്ല, അതുകൊണ്ട് വെജിറ്റേറിയൻകാർ എന്നോട് ദേഷ്യപ്പെടരുത്. ഫസ്റ്റ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മട്ടൺ ചോപ്സ് ആണ്. മട്ടൺ ചോപ്സ് ഇഷ്ടപ്പെടാത്ത ഒരാളും ഇല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ചിക്കനോളം എല്ലാവർക്കും മട്ടണും ബീഫും ഒന്നും ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ കുഞ്ഞുനാളിൽ ഈ പറഞ്ഞ പോലെ ബീഫും ചിക്കനുമാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മട്ടൻ്റെ ടേസ്റ്റ് അറിഞ്ഞേ പിന്നെ ഉള്ള കാര്യം പറയാലോ, മീറ്റിൽ അതായത് ഇറച്ചി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എൻ്റെ, അതായത് മട്ടൻ, ബീഫ്, ചിക്കൻ എന്ന് പോർക്ക് ഇതെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് രാജാവ് എന്ന് പറയുന്നത് മട്ടൺ തന്നെയാണ്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. മിക്ക ഈ പറഞ്ഞ പോലെ തവള ഇറച്ചി, മുയലിറച്ചി, ആമയിറച്ചി, മാനിറച്ചി ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനേക്കാട്ടിലൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് ഈ എന്നാ പറയുക, മാനിറച്ചി, ആമയിറച്ചി എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് എല്ലാവർക്കും ഒന്ന് കഴിക്കാനായിട്ട് ഒരു ഇച്ചിരി പ്രയാസം തോന്നുവേ. അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ ദുബായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാമലിൻ്റെ ഇറച്ചി നമുക്ക് കിട്ടുവേ കഴിക്കാനായിട്ട്. ഇതും എല്ലാം ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് മലയാളികളായ നമുക്ക് ഇത് എന്താ പറയുക, ക്യാമലിൻ്റെ ആണെന്ന് പറയുമ്പോൾ ഒട്ടകറച്ചി തിന്നാൻ നമുക്കൊരു ഇച്ചിരി പ്രയാസം തോന്നുകയല്ലേ. അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ളത് മട്ടൺ, ചിക്കൻ, ബീഫ്, ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ട് ഈ ചോപ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പല ഭാഷയിൽ ചാപ്സ് എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ റിബ്സാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ആനീസ് കിച്ചണിനകത്ത് ഞാനിപ്പോൾ റിബ്സ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനും വേണ്ടി ഒന്നും കിട്ടുകയില്ല. അതിനകത്തൊന്നും ഇല്ലല്ലോ, എല്ലാം എല്ലല്ലേ, അന്നേരം പിന്നെ അതിനകത്ത് ദശകഷ്ണമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എന്നാ ചെയ്ത ദശകഷ്ണം മേടിച്ച് വെച്ചേക്കുക. റിബ്സിന് സാധാരണ നമ്മൾ ചെയ്യേണ്ടത്, ചോപ്സിന് സാധാരണ നമ്മൾ ചെയ്യേണ്ടത് റിബ്സ് മേടിച്ച് വെച്ചാൽ ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കുക. ഇത് സ്പെഷ്യലായിട്ട് ഞാൻ എയിം ചെയ്തേക്കുന്നത് നമ്മുടെ ഈസ്റ്റർ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ നേരത്തെ നമുക്കൊരു ട്രയൽ നോക്കുകയും ചെയ്യാം. അതുകൊണ്ട് എന്നോട് വെജിറ്റേറിയൻകാർ പിണങ്ങുകയും ചെയ്യരുത്. വെജിറ്റേറിയൻകാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ, അതിന് യാതൊരു വിഷമവും വേണ്ട. അതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ കണ്ടുപിടിച്ച് തരും. ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് സവാള, കുറച്ച് വെളുത്തുള്ളി, മട്ടൺ, ഇച്ചിരി ഇഞ്ചി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇതിന് വേണ്ടിയ മസാല എന്ന് പറയുന്നത് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ ജീരകം, നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ജീരകം. അപ്പോൾ ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ചേച്ച് ഇച്ചിരി എണ്ണ ഒഴിക്കണം. എണ്ണ എന്ന് പറയുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ തന്നെ ഏറ്റവും നല്ലത്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അത് വാട്ടുമ്പോഴാണ് ഏറ്റവും രുചി. ഇനിയിപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വെളിച്ചെണ്ണ അഥവാ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതായാലും കുഴപ്പമില്ല. ഹെൽത്ത് ആണെങ്കിൽ ഒലീവ് ഓയിലാണ് ഏറ്റവും നല്ലതെന്ന് പറയും. പക്ഷേ ഒലീവ് ഓയിൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ ഹെൽത്ത് വൈസ് ഏറ്റവും നല്ലതാണ്. പിന്നെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കിട്ടുന്ന ഏക ഒരു സാധനം വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു രുചി വേറെ ഒന്നിനും കിട്ടുകയില്ല, അതായത് പ്രത്യേകിച്ച് നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ. ഇതിനകത്തോട്ട് കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഇടണം. പക്ഷെ ആദ്യം നമുക്ക് ഈ സവാള ഇട്ടേച്ച് ഇത് നല്ല ബ്രൗൺ ആവണം. ബ്രൗൺ മീൻസ് ഞാൻ ഈ പറഞ്ഞ കൂട്ട് പറഞ്ഞില്ലല്ലോ അല്ലേ, ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിരിയാണിക്കൊക്കെ മൂക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല ബ്രൗൺ ആവും. അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഞാൻ ഇച്ചിരി ഉപ്പിടുക. ശരിക്കും പറഞ്ഞാൽ മട്ടൺ ചോപ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഒത്തിരി എളുപ്പമുള്ളൊരു കാര്യമാണ്. ഞാനും ആദ്യം വിചാരിച്ചത് എന്നാണെന്നറിയാമോ, ഈ ചോപ്സ് ഉണ്ടാക്കാനായിട്ട് ഒത്തിരി പ്രയാസമാണ്, ഒത്തിരി നീണ്ട പണിയാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അല്ല, നല്ലതാണ്, ഏറ്റവും എളുപ്പമായത്. ഇപ്പോൾ ഇത് 1 കിലോ മട്ടനാണ് മേടിച്ചേക്കുന്നത്. 1 കിലോ മട്ടന് വേണ്ടിയിട്ടുള്ള ഒരു മസാല എന്ന് പറയുന്നത് എന്തോരാണെന്നറിയാമോ, ഈ ഉള്ളി എടുത്ത പാത്രത്തിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഒരു സ്പൂൺ ജീരകം, ടീസ്പൂണാണ്,
ഒരു 3-4 ഏലക്ക ഇച്ചിരി കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇച്ചിരി തീരെ ഉമ്പിടി ഏലക്കയാണ്, കുഞ്ഞാ. പിന്നെ കുറച്ച് പട്ട, ഒരു കഷ്ണം പട്ട. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് ഗ്രാമ്പു, ഒരു 7 എണ്ണം ഇരുന്നോട്ടെ. ഇത് ഇത്രയും നമ്മൾ നല്ലതായിട്ട് പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പൗഡർ പോലെ പൊടിക്കുകയല്ല, കുറച്ചൊരു അതിൻ്റെ ആ മസാലയുടെ ടേസ്റ്റ് വരണം, അതനുസരിച്ച് വേണം നമ്മൾ പൊടിക്കാൻ. അപ്പോൾ തീരെ പൗഡർ പോലെയല്ല, ഒരു ക്രഷ്ഡും അല്ല പൗഡറും അല്ലാത്ത പോലെ വേണം നമ്മൾ ആ മസാല പൊടിച്ചെടുക്കാൻ. ഇതിനകത്ത് എക്സ്ട്രാ നമ്മൾ ഗരം മസാലയൊന്നും ചേർക്കുകയില്ല. ഈ ഉള്ളി എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് മൂക്കണം എന്ന് പറഞ്ഞാൽ എന്നാ പറയുക, ബ്രൗൺ ആയാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കൂടി ഇടുവാന്നേലും കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. എന്നാന്നറിയാവോ, നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കുവാന്നേലും മീൻകറി ഉണ്ടാക്കുവാന്നേലും എന്നാ ഒരു തോരനായാലും മുട്ടക്കറി ആന്നേലും എന്നതാണേലും എൻ്റെ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഞങ്ങൾ കുഞ്ഞുനാളിലൊക്കെ കോട്ടയത്തിന് ചെല്ലുമ്പോഴത്തേന് അന്നേ ഞാൻ പാചകം പഠിച്ച വിദഗ്ധയാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ അമ്മച്ചി ചെയ്യുന്ന കണ്ടേക്കുന്നത് ഇപ്പം ഞാൻ പാചകത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ കണ്ട കാഴ്ചകളാണ് പറയുന്നത്. അമ്മച്ചി എന്നാ കറി ഉണ്ടാക്കിയാലും ചെറിയ ഉള്ളി പൊളിക്കുവേ. ചെറിയ ഉള്ളി പൊളിച്ചേച്ചാൽ ആദ്യം ഒരു പിടി ചെറിയ ഉള്ളി എടുത്ത് ഏത് കറി വെച്ചാലും അത് നല്ല മൂക്കുന്ന പോലെ അങ്ങ് വഴറ്റിയേച്ചാണ് പിന്നെ സവാളയൊക്കെ ഇടുകയുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് ചെറിയ ഉള്ളി മേടിക്കണമെങ്കിൽ എന്നാ കാശാവുന്നത്. ചെറിയ ഉള്ളി മാത്രമോ, നമ്മുടെ വലിയ ഉള്ളിയും തന്നെ അങ്ങനെ അങ്ങ് കാശ് കയറുക. അതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഇറച്ചിക്കറി ആന്നേലും മീൻകറി ആന്നേലും ആദ്യം കുറച്ച് അമ്മച്ചി ചെയ്യുന്ന പോലെ ഇച്ചിരി ചെറിയ ഉള്ളി ഒരു 5-6 ആയാലും മതി, ഒന്ന് അരിഞ്ഞിട്ട് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം സവാള ഇടുന്ന കറി ആണെങ്കിൽ സവാള ഇട്ട് വഴറ്റുക. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് വരും. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിലും നമ്മുടെ നല്ല പ്രായത്തിൽ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളോട് പറയും എന്നതേലും ഒന്ന് ഉണ്ടാക്കി പഠിക്കടി ഇതാന്നൊക്കെ നമ്മളെ ഉപദേശിക്കുമ്പോൾ നമ്മൾ പറയും ഇപ്പോഴേ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ ഞാൻ പറയുന്ന ഒരു ലിമിറ്റ് വരെ ഒന്നും പഠിക്കരുത്. കാര്യം എന്താണെന്നറിയാവോ, നമ്മളെ കെട്ടിച്ചു വിടുന്ന വീടിൻ്റെ രീതികൾ ചിലപ്പോൾ കുറച്ച് മാറ്റമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പഠിച്ചത് ഒന്നും ആയിരിക്കുമല്ല അവിടെ ചെയ്യുന്നത്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ഇത് ഒരു വശം. രണ്ടാമത്തെ വശം എന്നാന്ന് വെച്ചാൽ നമ്മളൊന്ന് ചെന്നേച്ച് ഇപ്പം ഇതേപോലെ തന്നെ ഇപ്പം ചെറിയുള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് പാചകത്തിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഒന്നുമില്ല അമ്മച്ചി ഇതേപോലെ ചെയ്തിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സ്വാദായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അതാണ് ഈ പറഞ്ഞ പോലെ ശരിക്കും നമുക്ക് ഈ പാചകത്തിനകത്ത് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോഴും പഠിച്ചിരുന്നാൽ നല്ലതാണ്. പഠിച്ചില്ലെങ്കിലും ടെൻഷനൊന്നുമില്ല. കാര്യം കെട്ടിച്ചു വിടുന്ന വീട്ടിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണെങ്കിൽ അവരുടെ സ്വാദ് നമ്മളുമായിട്ട് ചേർന്ന് പോരുന്ന അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലെല്ലാം പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. പക്ഷേ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ദോഷങ്ങൾ ഒന്നുമില്ല. ടു മേക്ക് ഇറ്റ് മോർ ബെറ്റർ, കുറച്ചുകൂടെ രുചി കയറാനായിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ടിപ്സ് പഠിച്ചിരുന്നാലേ ഒത്തിരി നല്ലതാണ്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ കുറേ അമ്മമാർ എന്നെ വഴക്ക് പറയും. എന്നാന്നറിയാവോ, ഒരു വഹ പഠിക്കല്ലേ എന്ന് പറഞ്ഞ് വിട്ടതുകൊണ്ട്. കാര്യം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ എൻ്റെ നാത്തൂൻ്റെ കൊച്ചിനെ ഏത് നേരം നാത്തൂൻ ഇങ്ങനെ വഴക്ക് പറയുന്നത് കാണാവേ, അത് പഠിക്കുക ഇത് പഠി, ചായ ഇടാനിടുക അത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അതിനകത്തിന് അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നത്. കാര്യം ഇപ്പോൾ അവളെ കെട്ടിച്ചേക്കുന്നത് കണ്ണൂരാണ്. അന്നേരം നമ്മുടെ ട്രിവാൻഡ്രവുമായിട്ട് കണ്ണൂരുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവരുടെ ഫുഡ് തന്നെ ഏറ്റവും നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല, ഒത്തിരി വ്യത്യാസം അവരുടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവളിതെല്ലാം പഠിച്ചുകൊണ്ട് പോയേച്ച് അവിടെ പോയിട്ട് അവൾക്ക് എല്ലാം ടെൻഷനാവും. അപ്പോൾ അതും പഠിക്കണം ഇതും പഠിക്കണം, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ പോരെ. അതൊരു ഈസി മെത്തേഡ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ല. ഞാൻ ഉള്ളി ബ്രൗൺ ആവണം എന്ന് പറഞ്ഞ് ഇത്രയും ബ്രൗൺ ആവണം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി,
അതൊന്ന് ഇച്ചിരി മൂക്കുന്ന സമയം തീ നല്ലതായിട്ട് കുറച്ചോ. അതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി ഇതിനകത്ത് ഇടുകയില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും മാത്രമേ ചേർക്കത്തുള്ളൂ. മുളക് പൊടി ഒരു 4 ടീസ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് ഒരു 1-1.5 ടീസ്പൂൺ വെച്ചാൽ മതി, എരിവ് കണക്കാക്കിയിട്ട്. ഇത് മൂക്കാൻ അധികം സമയമില്ല, ഇതിന് കുറച്ച് സമയം മതിയാവും. അതിനകത്തോട്ട് നമ്മൾ ഈ വാങ്ങിച്ച മട്ടൺ, റിബ്സാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ എല്ലോട് കൂടിയ മട്ടൺ മേടിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു മുളക് പൊടി മൂപ്പിച്ച ഒരു മണം ഉണ്ടാവുള്ളൂ ഈ പെരണ്ടൊക്കെ വരുന്ന സമയത്ത്. ആ സമയത്താണ് നമ്മുടെ ഈ മസാല, പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇടാനുള്ളത്. ഇതിന് ഒരു സ്പെഷ്യൽ ഒരു മണം ഉണ്ട് കേട്ടോ അതിന്. ഇത് ശരിക്കും നമ്മൾ ഇപ്പോൾ കുറച്ചിടുക, അതായത് ഇറച്ചിക്കകത്തോട്ടൊന്ന് പിടിക്കാനായിട്ട്. അത് പോയിട്ട് നമ്മൾ ലാസ്റ്റ് ഇറച്ചി ഒന്ന് പുരട്ടിയെടുക്കുന്ന സമയമില്ലേ, ആ സമയത്ത് ഇച്ചിരി മസാലയും കൂടി ഇട്ട് വേണം ഒന്ന് പുരട്ടിയെടുക്കാൻ. ഇനി ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ ഉപ്പിട്ടത് ഇച്ചിരി ഉള്ളി വാടാനായിട്ട് മാത്രമേ ഇട്ടുള്ളൂ. ഇതിന് ഇറച്ചിയിലും കൂടെ ഒന്ന് പിടിക്കണ്ടായോ. ഇനിയിപ്പോൾ ഇതെന്തായാലും എനിക്ക് നമ്മുടെ പാനയിലിട്ടാൽ ഇപ്പോഴൊന്നും ആവുകയില്ല. അപ്പോൾ ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് നമ്മുടെ ഒരു കുഞ്ഞി പ്രഷർ കുക്കറിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത് തിരിച്ച് ഈ പാനിലിട്ട് ഒന്ന് കുറുകിയ പരുവം, അതായത് നമ്മുടെ ഗ്രേവി എന്തോരം വേണം, നല്ല ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ ആക്കാം, അതല്ല കുഞ്ഞു ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം, അതല്ല പുരട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഏത് രീതിയിൽ എടുക്കണോ അതുപോലെ തിരിച്ച് പാനിലോട്ടിട്ട് കുറുക്കിയെടുക്കുന്ന സമയത്ത് വാങ്ങുന്നതിനൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പ് ഈ പൊടിച്ച മസാലയും കൂടി ഇട്ട് നല്ലോണം ഇളക്കി വേണം എടുക്കാൻ. എന്നാൽ മസാലയുടെ കുത്തലുണ്ടാവാനും പാടില്ല, ആ മസാല ഒന്ന് പിടിക്കണം. ആ അനുസരിച്ച് വേണം നമ്മൾ ആ മസാല ഇതിനകത്തോട്ടൊന്ന് ചേർക്കാനായിട്ട്. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. മട്ടൺ ചോപ്സ് ഞാൻ ഇച്ചിരി ഒരു ഗ്രേവി ആയിട്ടാണ് ഇവിടെ ചെയ്തത്. കാരണം പത്തിരിയിലൂടെ കഴിക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു ലൂസായിട്ടിരുന്നാൽ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇത് പുരട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, നോ പ്രോബ്ലം. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഏറ്റവും എളുപ്പമായിട്ട് രീതി, എല്ലാവരും വിചാരിച്ചിരിക്കുന്ന മട്ടൺ ചോപ്സ് ചെയ്യുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു ഏർപ്പാടാണ്. പക്ഷേ ഏറ്റവും എളുപ്പവും, പക്ഷേ ഇച്ചിരി സമയം ഉള്ളി വയറ്റുന്ന നേരം മാത്രമേ വരുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ച് നല്ലൊരു അസൽ മട്ടൺ ചോപ്സ് വരും. ഇതിന് ഞാൻ പറയുന്ന കഷ്ണങ്ങളല്ല ഉപയോഗിക്കാറുള്ളത്, സാധാരണ ഉപയോഗിക്കുന്നത് ആടിൻ്റെ റിബ്സൊക്കെയാണ് ഇതിന് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല, കിട്ടാത്തതുകൊണ്ട് ആ കഷ്ണം വെച്ച്. അതുകൊണ്ട് ആരും എന്നെ ചീത്ത വിളിക്കരുത്, വഴക്കും പറയരുത്. എന്നാലും ചീത്ത വിളിക്കുകയില്ല എന്നറിയാം, പക്ഷേ എന്നാലും ഇതല്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയാണ് ഞാനിന്നിവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്ന ഗസ്റ്റിനെ കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും നമ്മൾ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക, നമ്മൾ കുക്കറി സമയത്തൊന്നും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലേബലിൽ നമുക്ക് അദ്ദേഹത്തെ ഒരിക്കലും മുദ്ര കുത്താൻ ഒക്കുകയില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു ആനീസ് കിച്ചണിൽ ഒരു ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു സ്പോർട്സ് പ്ലെയർ ഒക്കെ വരുന്നത്. അദ്ദേഹത്തെ ശരിക്കും സ്പോർട്സ് പ്ലെയർ ആണോ എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് സമ്മതിക്കാൻ ഒക്കുകയില്ല. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്, ഒരു നടനാണ്, ഒരു സ്പോർട്സ് പ്ലെയർ ആണ്. ഇതിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം ഇത് ആരായിരിക്കും വരുന്നതെന്നൊരു ചെറിയ ക്ലൂ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം എല്ലാ മലയാളികളുടെയും പ്രിയപ്പെട്ട IM വിജയൻ സാറാണ് ഇവിടെ ഇന്ന് വരാൻ പോകുന്നത്. അദ്ദേഹത്തെ ആനീസ് കിച്ചണിലേക്ക് ക്ഷണിക്കാം. വിജയൻ ചേട്ടാ. വിജയൻ ചേട്ടാ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നറിയോ, എന്റെ ആനീസ് കിച്ചൺ ഇത്രയും നാളായിട്ട് നടത്തല്ലേ, ഒരു സ്പോർട്സ് പ്ലെയർ ആദ്യമായിട്ട് എന്റെ ആനീസ് കിച്ചണിൽ വരുന്നത്. എന്റെ ഭാഗ്യം അറിയോ, സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാനുള്ളൊരു അറിവുണ്ടല്ലോ, അറിവ് കിട്ടുമല്ലോ. അതാ
എനിക്ക് മാത്രല്ല എത്ര വീട്ടമ്മമാർക്ക് അറിയാന്നറിയോ, ഒരു കുന്തം അറിയാതെ എന്നെ പോലെ ഇരിക്കുന്ന അവർക്കൊക്കെ എന്തെല്ലാം അറിവാ കിട്ടുക. അതല്ല എന്താന്നറിയോ അനില, ഞാൻ കാണാറുള്ളതാണ് ഈ പരിപാടി. അപ്പോൾ ഒരു സംസാരമില്ലേ, ഒരു നിഷ്കളങ്കമായ സംസാരമാണ്. ഞാനും വൈഫും കാര്യമായിട്ട് ഇത് സീരിയസ് ആയിട്ട് കേട്ടോ, അപ്പോൾ അതിനെ പൊക്കി പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ഞാനും വൈഫും പിള്ളേരിൽ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ടൂണാണ്, അത് ആർക്കും കിട്ടിയിട്ടില്ല, അങ്ങനെ ആർക്കും കിട്ടണ്ട. നല്ലൊരു നല്ല രസമുണ്ട്, ഭയങ്കര നല്ലൊരു കാണുമ്പോൾ നമുക്കറിയാം സംസാരമാണ് ഏറ്റവും ബെസ്റ്റ്. ചേട്ടാ ഈ ഫുട്ബോൾ ശരിക്കും ഇത്രയും പാഷനായത് എങ്ങനെ? കുഞ്ഞുനാളിലായിരിക്കും, സ്കൂളിലായിരിക്കും, പക്ഷെ എന്നാലും. അല്ല, എനിക്ക് എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കോലുത്തുംപാടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഫുട്ബോൾ സ്റ്റേഡിയം തന്നെ, എൻ്റെ വീട് ഇവിടെ വെച്ചാൽ ഫുട്ബോൾ സ്റ്റേഡിയം. ഷാജേട്ടനൊക്കെ വന്ന് കളിച്ചത്. അപ്പോൾ അതിൻ്റെ താഴത്താണ് വീട്. അവിടെ ഫുട്ബോൾ മാത്രമാണ് അറിയുള്ളൂ. നമ്മുടെ കസിൻസൊക്കെ ഫുട്ബോൾ കളിക്കണേ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലെ അവിടെ കളിച്ച് പിന്നെ കളി കാണാൻ പോവും. പിന്നെ പന്ത് എടുത്ത് കൊടുക്കാൻ മറ്റേ നല്ല നല്ല ടീംസ് വരും. അപ്പോൾ അവരുടെ ബോൾ എടുത്ത് കൊടുക്കാൻ പോയി അവിടെ കളിച്ച് ഫുട്ബോൾ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഫുട്ബോൾ ഇങ്ങനെ കളിച്ചു തുടങ്ങിയത് ചെറുപ്പത്തിലെ. അതിഷ്ടായിരുന്നു ഫുട്ബോള് ഭയങ്കര ക്രേസായിരുന്നു. ഫുട്ബോൾ മാത്രമേ കളിക്കാൻ അറിയുള്ളൂ അവിടെ. പിന്നെ ഫുട്ബോളാണ് മെയിനായിട്ട് തൃശ്ശൂർ ഞങ്ങളുടെ നാട്ടിൽ, അതാണ് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു സ്പോർട്സ്. അതെ. ഓ അല്ല, ബാക്കി ഇപ്പൊ എല്ലാ പിള്ളേർക്കും ഇപ്പൊ പറഞ്ഞ ഉടനെ ക്രിക്കറ്റ് ഒത്തിരി ഇഷ്ടമുള്ള കുട്ടികളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഹോക്കിയൊക്കെ റെയർ ആണ് കുട്ടികൾ കളിക്കുന്ന കാണുന്നത്. പിന്നെ ഉള്ളത് ഈ ഫുട്ബോൾ വന്നു കഴിഞ്ഞാൽ എന്നാ ക്രേസ് അല്ലേ പിള്ളേർക്ക്. നമ്മുടെ കേരളത്തിൽ ഫുട്ബോൾ ഭയങ്കര ക്രേസ് ആണ് ശരിക്കും, ഭയങ്കര. അതിന്റെ ജേഴ്സി ഒക്കെ ഇട്ടേച്ച് ഇവിടെ കളിയൊക്കെ കാണാനേ പിള്ളേരൊക്കെ ഇറങ്ങുന്ന ഒരു ടിവിയുടെ മൂട്ടിലൊക്കെ ഇരിക്കുന്ന കാണണം. എന്നെ ആവേശം, അവര് കളിക്കുന്ന കൂട്ടുള്ള ആവേശം. ഫുട്ബോൾ ഇപ്പൊ ഭയങ്കര ഡെവലപ്പ് ചെയ്തു വരില്ലേ. അതുകൊണ്ട് കാരണം ഈ ISL ഒക്കെ വന്ന നേരം ആദ്യം നമ്മളുടെ അവിടെ ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടെന്ന് പുറത്തുള്ളവർക്ക് അറിയണ്ടായിരുന്നില്ല. പുറത്തുള്ളവർക്കൊന്നും അറിയില്ലായിരുന്നില്ല. ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്ത്യയിൽ കുറച്ച് ഏഷ്യയിൽ അങ്ങനെയൊക്കെ അറിയുള്ളൂ. പക്ഷേ ഈ ISL വന്നതോടുകൂടി ഓൾ വേൾഡ് അറിഞ്ഞു തുടങ്ങി. കാരണം വേൾഡിലുള്ള നല്ല നല്ല പ്ലേയേഴ്സ് കളി നിർത്തിയിട്ടാണ് അവർ വരുന്നത് ഇവിടെ കളിക്കാൻ. എന്നാലും അവരൊക്കെ നമ്മൾ TV കണ്ട് ആരാധിച്ചിട്ടുള്ള പ്ലേയേഴ്സൊക്കെ വന്ന് ഇന്ത്യയിൽ കളിക്കുന്നു പറയുമ്പോൾ, നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിക്കുന്നു പറയുമ്പോൾ നമുക്കൊരു വലിയ അഭിമാനമല്ല അതൊക്കെ. സത്യം. ചേട്ടാ ഇപ്പൊ നമുക്ക് നമ്മുടെ സ്പോർട്സ് തന്നെ, ഇപ്പൊ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഏതായാലും എടുത്തോ, നമ്മുടെ മലയാളികൾക്കൊക്കെ ഒന്ന് നല്ല രീതിയിൽ എത്താൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഫുട്ബോൾ ഇപ്പൊ ഭയങ്കര പൈസയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് നമ്മളവിടെ ചിന്തിക്കാൻ പറ്റില്ല, ഇന്ത്യയിൽ ചിന്തിക്കാൻ പറ്റില്ല. ക്രിക്കറ്റ് എല്ലാവരും. പിന്നെ ഫുട്ബോള് ഇപ്പോ നമ്മളെ കളിക്കുന്ന സമയത്ത് പൈസ കുറയണം, പക്ഷെ ആ സമയത്ത് നല്ല പൈസയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡബിൾ പൈസയാണ്. ഇപ്പോൾ പൈസയുണ്ട്, ഫെയിമാണ്. കാരണം സ്റ്റാർ സ്പോർട്സ് വേൾഡ് കംപ്ലീറ്റ് കാണല്ലേ, അങ്ങനെ ഭയങ്കര വ്യത്യാസമായി. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഒരു ബെസ്റ്റ് പ്ലെയർ ആണെങ്കിൽ അവർ കൊണ്ടുപോകും. തീർച്ചയായിട്ടും. ഇപ്പൊ കുറെ പേര് പുറത്തു വന്ന് കളിക്കുന്നവരൊക്കെ, പുറത്തു പോയി കളിക്കുന്നവരുണ്ട് നമ്മുടെ. ആദ്യം അങ്ങനെ സുനിൽ ഛത്രി, ബൈജു മുട്ടിയ, അങ്ങനെ 1-2 പേരൊക്കെ പോയി. ഇപ്പൊ കുറെ പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് പ്ലെയർ ആവണം, നല്ല ബെസ്റ്റ് പ്ലെയർ അയച്ചാൽ എന്തായാലും അവർ കൊണ്ടുപോകും. അല്ലാതെ നമ്മളെ മാറ്റി നിർത്തലില്ല. അങ്ങനൊന്നുമില്ല. ഓക്കെ, ഞാൻ അങ്ങനെ ആലോചിച്ചു, നമുക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം മുന്നോട്ട് പോവാനായിട്ടില്ലേ. നമുക്ക് പുറേ ആരെങ്കിലും ഇങ്ങനെ തള്ളി വിട്ടാലല്ലേ നമുക്ക് അത് എത്താൻ. എല്ലാ ഇതിലും അങ്ങനെയാണല്ലോ, കുറച്ച് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും. ബെസ്റ്റ് ഒരു ഫാൻ ഏത് പ്ലെയർ തന്നെ? എന്റെ ഫുട്ബോൾ പ്ലെയർ ഞാൻ മറഡോണ ഫാനാണ്. അപ്പൊ അദ്ദേഹം കളിച്ചേണ്ട സമയത്തൊക്കെ, അദ്ദേഹം കളിക്കുമ്പോഴൊക്കെ ആളുടെ കളി നമ്മൾ ലൈവായിട്ട് കണ്ട. പെലെ ഇത് കിങ് ആണ്. പെലയുടെ കളി നമ്മൾ ലൈവായിട്ട് കണ്ടില്ല, പക്ഷെ കിങ് ആണ്. ഫുട്ബോളിലെ കിങ് എന്ന് പറഞ്ഞാൽ കിങ് പെലെ എന്നാ പറയാ. അപ്പൊ ആളെ ആരാധിക്കുന്നുണ്ട് നമ്മള്. പക്ഷെ മറഡോണോന്റെ കളി നമ്മൾ ലൈവായിട്ട് TV കണ്ടിട്ട് വേൾഡ് കപ്പ് ഒക്കെ. അങ്ങനെയുള്ളൊരു ആളോടുള്ളൊരു സ്നേഹം കൊണ്ട് തന്നെ അർജന്റീന സപ്പോർട്ടർ ആയത്. അപ്പൊ എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞത് അദ്ദേഹത്തോട് കളിക്കാൻ പറ്റിയത്. അതാണ് കളിക്കാൻ പറ്റിയത് 2-3-4-5 മിനിറ്റ്. ഈ 90 മിനിറ്റിൽ ഒരു 5 മിനിറ്റ് അദ്ദേഹത്തിനോട് കളിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ശരിക്കും ഒരു. ഞാനൊരു ഫംഗ്ഷനിൽ അങ്ങനെ ഒരു പരിപാടിക്ക് കണ്ണൂർ വന്നപ്പോൾ സ്റ്റേജിൽ ഒരുമിച്ച് ഇങ്ങനെ പന്ത് കളിക്കാൻ പറ്റിയതെന്ന് കേരളം മൊത്തം അറിയാതെ. പക്ഷെ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ അത്ര ആരാധിക്കുന്ന ഒരാളെ, നല്ല ലോകത്തിലെല്ലാരും ആരാധിക്കുന്നുണ്ട്. അയ്യാൻ വരെ പറ്റി എനിക്ക്. അതന്നെ വലിയൊരു. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹത്തെ ഫസ്റ്റ് കണ്ടപ്പോ ഉണ്ടായ ഒരു നമ്മുടെ ഒരു മനുഷ്യനല്ലേ ആ ഒരു എക്സ്പീരിയൻസ്? അതല്ലേ ഏറ്റവും വലിയ വിറ്റ് വെച്ചാൽ അതിന്റെ തലേദിവസം ഒന്ന് കാണാൻ പോയി. ഞങ്ങള് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. എന്നാലും പോയി അവിടെ വേറെ റൂമിലിരുന്നു. വരുന്നുണ്ട് 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്ത് വന്നില്ല.
ആള് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് വന്നില്ല. കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റും. പിറ്റേ ദിവസമാണ് അത് ദൈവം ഗോഡ് ഇസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞ് ഒപ്പം കളിക്കാനൊരു ചാൻസ് കിട്ടി. അത് വലിയൊരു ഭാഗ്യം തന്നെ. കളിക്കാൻ മറന്നു പോയില്ലല്ലോ ഇല്ലല്ല. നോയിക്കോട്ട് നിന്നിട്ട്. അല്ല ചിലപ്പോ അത് മറന്നു പോകും. അതല്ല, നമുക്ക് ആരാധന മൂത്തിട്ട് നമ്മൾ കാണുന്ന ഒരു വ്യക്തി, നമ്മൾ ആരാധിച്ചിരുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ കോൺസെൻട്രേഷൻ ഒക്കെ മാറി പോകുന്നത്. അല്ല ഏട്ടനൊക്കെ എപ്പോഴും പറയും അദ്ദേഹത്തിന്റെ കിക്കൊക്കെ ഭയങ്കര എന്താ പറയാ കണ്ണിങ് ആണ്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ സിഗ്സാക്ക് ആയിട്ടാണ്, പിടിക്കാനേ പറ്റില്ല എന്ന് പറയും. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് ചേട്ടൻ ഇങ്ങനെ നമ്മളിലേക്ക് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഐ മീൻ ഫുട്ബോൾ കളിക്കുന്നതില് അതെന്തായാലും ആക്കാൻ നോക്കിയാൽ നടക്കൂല. ഇല്ലല്ലേ? അമ്മാരി പ്ലെയറാ. അത്തമാരി പ്ലെയർ നോ വൺ ക്യാൻ ഡിഫീറ്റ്. ഇപ്പൊ നമ്മുടെ കളിയിൽ അർജന്റീന ആണോ ബ്രസീലാണോ ഏറ്റവും നല്ലത്? രണ്ടും കട്ടക്ക്. വേൾഡിലെ രണ്ടും ടീമും. പിന്നെ അർജന്റീനയും ബ്രസീലും എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്ത് അവിടെ കാണാൻ പറഞ്ഞ ആരാധകരാണ് കേരളത്തിൽ. ഈ മലബാർ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, കംപ്ലീറ്റ് ഫ്ലാഗ് അർജന്റീനയും ബ്രസീലിന്റെ ഫ്ലാഗുകൾ മാത്രം ഉണ്ടാവും വേൾഡ് കപ്പിന്. ഭയങ്കര കട്ട ഫാൻസ് ആണ് നമ്മളവിടെ. സത്യം, ശരിക്കും അതൊരു ആവേശമല്ലേ ഈ ഫുട്ബോൾ വരുമ്പോ? ഭയങ്കര ആവേശം. അതാണ് സത്യം. ചേട്ടാ അതേപോലെ സന്തോഷ് ട്രോഫിയിലെ ഫസ്റ്റ് ചേട്ടൻ കേരളത്തിന് വേണ്ടി കളിച്ചിട്ട് കേരളത്തിനെ ജയിപ്പിച്ചു. സെക്കൻഡ് തീരുമാനം മാറ്റി ഇല്ലേ? ബംഗാളിന് വേണ്ടി കളിച്ചിട്ട് കേരളത്തെ തോപ്പിച്ചു. അതെന്നെ ഏർപ്പാടാ? അതല്ല, ആക്ച്വലി ഞാൻ ചെറുപ്പത്തിൽ ജോയിൻ ചെയ്തു. 18 വയസ്സിൽ ജോയിൻ ചെയ്തിരുന്നു പോലീസിൽ. അത് കഴിഞ്ഞിട്ട് 18ാമത്തെ വയസ്സെല്ലാം കൊല്ലത്ത് സന്തോഷ് ട്രോഫി കളിച്ചു. അത് കഴിഞ്ഞ് 2 കൊല്ലം 3 കൊല്ലം കേരള ടീമിന് കളിച്ചിട്ട് 91-ലാണ് ഞാൻ കൽക്കട്ടയിൽ പോണത്. കൽക്കട്ട പോയിട്ട് അവിടുന്ന് അന്ന് നമുക്ക് ഭയങ്കര ഗ്രേറ്റ് പ്ലെയേഴ്സാണ് അവിടെ കളിക്കുന്നത്. മറ്റേ ചീമോക്കേരി, കൽക്കട്ടയിലൊക്കെ കളിക്കുന്നത് കൃഷ്ണാനൂടെ, ബികാസ് പാഞ്ഞ ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് അറിയില്ല, അന്നത്തെ പുലികളാണ്. ഒരു ബംഗാൾ ടീമിനെ കൊണ്ട് ഞങ്ങൾ സന്തോഷ് ട്രോഫി കളിക്കാൻ കോയമ്പത്തൂർ വന്നു. അപ്പോൾ ഞാൻ ബംഗാൾ ടീമിൽ കേരള ടീമിൻ്റെ എതിരെ കളി സെമി ഫൈനൽ കളിച്ച് കളി ഡ്രോ ആയി, പെനാൽറ്റി അടിച്ചു. അപ്പോൾ ഞാനും പോയിട്ട് പെനാൽറ്റി അടിച്ചാൽ മിസ്സായി. കേരള ടീം ജയിച്ചു, ഞങ്ങൾ ബംഗാൾ ടീം തോറ്റു. ഞാൻ ബംഗാൾ ടീമിൽ എൻ്റെ പെനാൽറ്റിയിലാണ്. കേരളക്കാർ അപ്പുറത്ത് പോയതുകൊണ്ട് മറുകണ്ഠം ചാടിയ പോലെ ആയി പോയി. അത് മോശമായി പോയി. തോക്കട്ടെ. എന്നിട്ട് പിന്നെ പോയി വീണ്ടും തിരിച്ചു വന്നു. 93-ല് സന്തോഷ് ട്രോഫി വിൻ ചെയ്തു. കേരള ടീമിനെ ഞാൻ തന്നെ കളിക്കുമ്പോൾ കുര്യേഷ് സാറ് ക്യാപ്റ്റൻസിയിൽ ഞങ്ങൾ വിൻ ചെയ്തു. വീണ്ടും ഞാൻ തിരിച്ച് കൽക്കട്ടയിൽ പോയി. തിരിച്ച് വീണ്ടും ബംഗാളായിട്ട് ഫൈനൽ കളിച്ചു. അപ്പോൾ ഞങ്ങൾ തോൽപ്പിച്ചു കൊടുത്തു. ബംഗാളിൽ കേരളത്തെ അടിച്ചു. അന്ന് ഞാൻ ഗോൾ അടിച്ചു. കളി അന്ന് ഒന്നുമല്ല കേട്ടോ, കയ്യിൽ പൈസ ഇല്ലായിരുന്നില്ല, വീട് വയ്ക്കാറുണ്ടായില്ല, വീട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്. എന്നെ അപ്പോൾ ഇവിടെ കൊണ്ടിരുത്താനും കേരള പോലീസാണ്. അപ്പോൾ കയ്യിൽ കാശില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട് വയ്ക്കാൻ വേണ്ടി മാത്രമാണ് അപ്പുറം പോയത്. അന്ന് അവിടെ പ്രൊഫഷണൽ നമ്മളവിടെ പ്രൊഫഷണൽ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. അന്ന് അവിടെ പ്രൊഫഷണൽ ഉണ്ടായിരുന്നു. അവിടെ നല്ല പൈസ കിട്ടുമായിരുന്നു കളിക്കുമ്പോൾ. ആ പൈസ കിട്ടുകൊണ്ട് അങ്ങനെ വീടൊക്കെ വെച്ച് തന്നെ അതിനു വേണ്ടിയാണ് പോയത്. അല്ലാണ്ട് കേരളത്തിനോട് ഇഷ്ടമില്ലാണ്ടോ. നമ്മുടെ ആവശ്യങ്ങൾ നേടണം അല്ലേ, നമുക്ക് നടക്കണം. അല്ല, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലല്ലേ ഒരു വീട് വേണം എന്നുള്ളൊരു, അല്ലാതെ ഇങ്ങനെ പലയിടത്ത് കയറി ഓടി നടക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ ഒരു കൂരയ്ക്കകത്ത് ഒരു മുറിയോ ഉള്ളെങ്കിൽ അത് വളരെ സന്തോഷത്തോടെ ഇരിക്കാനാണ് ഏറ്റവും നല്ലത്. ചേട്ടാ ഇപ്പൊ മെർഡോണയുടെ കാര്യം നമ്മൾ പറയുന്നത് പുള്ളി ഭയങ്കര കണ്ണിങ് ആണ് ഓരോ ഗോൾ ചെയ്യുമ്പോഴും. അതേപോലെ ചേട്ടൻ കളിക്കുമ്പോഴും ഉണ്ട് ഒരു സിസർ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്നത്? അതൊക്കെ ഒരു ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം ഞാൻ ഇവിടെ കാലിക്കറ്റ് വെച്ചിട്ട് ഞാൻ JCD ടീമിനെ കളിക്കുന്നത്, പഞ്ചാബ് ടീമിനെ കളിക്കുന്നത്, JCD മിൽസ് ഫക്വാരൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഒരു പെയർലെസ് എന്ന് പറഞ്ഞിട്ട് മലേഷ്യ ടീമായിട്ടായിരുന്നു ഫൈനൽ. കാലിക്കറ്റ് ആയിരുന്നു. അമ്പൻ ജനാണ് നടക്കുന്നത്. കാലിക്കറ്റ് ആയിരുന്നു അവിടെ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പ്രാന്തല്ലേ, അമ്പൻ ജനായിരുന്നു. പക്ഷെ ആ ഒരു ഗോളിനെ ജയിച്ചത്. അത് തജിന്ദർ ഇങ്ങനെ ക്രോസ് ചെയ്തു, വേറെ ഓപ്ഷനൊന്നും ഇല്ല അടിക്കാൻ, വെറുതെ ഒന്ന് ട്രൈ ചെയ്തു, ഗോളായി. പക്ഷെ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഗോളിനാണ് ജയിച്ചത്. അത് ഫൈനലിൽ പുറത്തോട് ഇങ്ങനെ ബാക്ക് സിസർ അടിച്ച് കുറെ ഗോൾ അടിച്ചിട്ടുണ്ട് കൽക്കട്ടയിൽ. പക്ഷെ ഇവിടെ കേരളത്തിൽ ആ ഒരു ഗോളിന് ജയിക്കുന്നു. ഇത്രയും വലിയ ഫേമസ് ആയ ടൂർണമെന്റ്, പക്ഷെ അതൊരു ഭാഗ്യം കൊണ്ട് ആയി പോകണമെന്ന് പറയുമ്പോൾ. ചേട്ടാ ഈ കളിയുടെ ഇടയിലെ നമുക്ക് എന്നതേലും ഒരു വാശി കൂട്ടാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് എന്താ പറയുക, നമ്മൾ പിള്ളേരോട് പറയുകയല്ലേ, ഇന്ന് നീ ഇത് ഫുൾ പഠിച്ചു തീർക്കാമെങ്കിൽ ഞാൻ നിനക്ക് മുട്ടായി മേടിച്ചു തരാം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഗെയിമിൽ ആരെങ്കിലും നമ്മളെ ഇങ്ങനെ ഇൻസ്പയർ എന്താ പറയുക എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും? കൊള്ളാല്ലേ.
അത് കൽക്കട്ടയിലേ ആ. ഞാൻ അവിടെ കൽക്കട്ടയിൽ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ മോഹൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് മാച്ചാണ്, വലിയൊരു മാച്ച്, അത് ബിഗ് മാച്ച് എന്ന് പറയാം നമ്മളവിടെ. കാരണം ഡെർബി മാച്ചൊക്കെ ആയത് അന്ന് ഞങ്ങൾ ബിഗ് മാച്ച് എന്നാ പറയില്ലേ. ആ സമയത്ത് ഞങ്ങളുടെ ചുട്ടു ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഓണറും ആളും എൻ്റെ കോച്ചും. അപ്പോൾ മോഹൻബാനായിട്ട് പിറ്റേ ദിവസം കളിയാണ്. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ നീ ഇന്ന് 3 ഗോൾ അടിക്കുന്നുണ്ടെങ്കിൽ അത് ഈസ്റ്റ് ബംഗാളിൻ്റെ എതിരട്ടാ, 3 ഗോൾ അടിക്കാൻ എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തരാമെന്ന്. എന്നിട്ട് കിട്ടി അവിടെ കിട്ടെ. ഈസ്റ്റ് ബംഗാളാണ് കളിക്കണേ, അവരടുത്ത് എതിര് കളിച്ചിട്ട് എങ്ങോട്ട് ഗോൾ അടിക്കാനാ. നല്ലൊരു വാശി കയറിയില്ല ഉള്ളിൽ. വാശി കയറി കളിച്ചു. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ മാച്ചാണ് അത്. അത്ര 1.5 ലക്ഷം ആൾക്കാർക്ക് കളി കാണാൻ വരും. 1 ലക്ഷം 1.5 ലക്ഷം ആൾക്കാർ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ. എൻ്റെ ഭാഗ്യം കൊണ്ട് 2 ഗോൾ അടിച്ചു ഞാൻ. അപ്പൊ ഞാൻ പോയി ചോദിച്ചേ, 2 കിട്ടിയാ ബൈക്ക് വരുമോ? 2 റൺ അടിച്ച് അത് ഈസ്റ്റ് ബംഗാളിന്റെ എതിരെ 2 ഗോൾ അടിച്ചില്ലേ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ചെന്ന്. പക്ഷെ എനിക്ക് സ്കൂട്ടർ തന്നു, ഒരു ബജാജ് സ്കൂട്ടർ. അതുമൊക്കെ ഞാനും സത്യേട്ടൻ മരിച്ച സത്യേട്ടനല്ലേ, ഞാനും നടക്കണ്ടായിരുന്നു. പക്ഷെ കിട്ടിയല്ലോ, കിട്ടി. അതിലൊരു പക്ഷെ അങ്ങനെ അതൊക്കെ ഭാഗ്യം കൊണ്ടല്ല, ഞാൻ പോയി പറഞ്ഞിട്ട് ഗോൾ അടിച്ചല്ല, ആവേശം ഒന്നും അങ്ങനെ. അതാ ഓക്കെ. ഇനി ഫുട്ബോൾ അവിടെ നിൽക്കട്ടെ. ശരി, പോലീസ് ഓഫീസറാണ്, ഫുട്ബോൾ പ്ലെയർ ആണ്. ഇനി നെക്സ്റ്റ് ഒരു എൻട്രിയും കൂടെ ഉണ്ട്. സിനിമയിലേക്ക് വന്ന് നമ്മുടെ ജയരാജേട്ടൻ്റെ കൂടെ അല്ലേ, ഫസ്റ്റ് ഡയറക്ഷൻ ജയരാജേട്ടൻ ചെയ്തേ. അദ്ദേഹത്തിനോട് ഫിലിമിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദം, ഫിലിമിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ചോദിച്ച് എങ്ങനെയാണ് വന്നത്? ഞാൻ ഒരു ഫംഗ്ഷൻ ചെയ്ത് അവരെ ഫംഗ്ഷൻ ചെയ്യാന്നിരിക്കുക. അപ്പോൾ ജയരാജനുണ്ട് അവിടെ. ഫംഗ്ഷൻ ചെയ്യാന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അപ്പോൾ സ്റ്റേജിലേക്ക് അങ്ങനെ വിളിക്കണല്ലോ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ആളുടെ പടം ഇഷ്ടംമാതിരി കണ്ടു. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്തത് തന്നെ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത എൻ്റെ പടത്തിൽ നേരത്തെ ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞു. അവിടെ അപ്പോഴാണ് ഞാൻ കാണുന്നത് ജയരാജനെ നേരിട്ടിട്ട്. ഒരു ഫംഗ്ഷൻ ചെന്നിരിക്കാം, അടുത്തത് എൻ്റെ പടത്തിൽ തന്നെ നായകനാകട്ടെ. ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്ത് പറയുന്നത്, ഞാൻ കണ്ണടയൊക്കെ നോക്കാറുണ്ട് എന്നിട്ട് അങ്ങനെയൊക്കെ ഒന്ന് വർത്താം. പക്ഷെ സ്റ്റേജിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കില്ല നമ്മൾ. അപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു ആളിങ്ങനെ, അടുത്ത എൻ്റെ പടത്തിലെ നായകനാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ തന്നെ ഷോക്കായി. പടം ഞാൻ ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ട് വല്ല ട്രോഫി കൊടുക്കാനോ അതിനൊക്കെ കയറിയിട്ടില്ല. അല്ല അഭിനയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ചേട്ടൻ എനിക്ക് അഭിനയിക്കാമെന്ന് അറിയില്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് കളിക്കുമ്പോൾ ഇങ്ങനെ നിന്നല്ലേ കുറേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അറിയുന്ന കാര്യങ്ങൾ. ഇതൊന്നും അറിയാത്ത കാര്യം. എനിക്ക് അതാ വേണ്ടത്, എനിക്ക് അഭിനയം അറിയാണ്ടിരിക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ആ പടത്തിന് നാഷണൽ അവാർഡ് കിട്ടി. എന്ത് കണ്ടിട്ട്. പക്ഷെ അത് പറഞ്ഞാൽ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സീമ ബിശ്വാസും ലളിതേച്ചല്ല, ആക്ടിങ് കലക്കി കൂട്ടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതിന്റെ ഇടയിലാണ് ഞാന്. സീമ ബിശ്വാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഓർമ്മയില്ല, കണ്ടില്ലേ പടം കണ്ടില്ല. നല്ല ഇതൊരു നല്ലൊരു എനിക്ക് ഞാൻ പറഞ്ഞു ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് ചമ്മലൊന്നുമില്ല. പക്ഷെ ഡയലോഗ് പറയാനാണ് പ്രശ്നം, പാടാ. പിന്നെ അത് പിന്നെ സ്ലോവിലുള്ള ഡയലോഗായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. സ്പീഡായിട്ട് അത് പ്രശ്നമാണ്. അപ്പോൾ ക്യാമറ മുന്നിലൊക്കെ കാണുന്നില്ല, മതി ബാക്കിയുള്ളൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പടമാണ് പിന്നുള്ള പ്രശ്നങ്ങളെ. ഡയലോഗ് അത് ഞാൻ നടനോ പന്ത് കളിക്കാരനല്ലേ, അത് ശരിയാണ്. ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്തത് അപ്പം തന്നെ ശാന്തകാഞ്ചി ചെയ്തത് അപ്പം തന്നെ ആകാശിലെ പറവള് മണിയുടെ കൂടെ അതിൽ വില്ലനായിട്ട് കമോഷൻ അറിഞ്ഞോടെ. അത് പെട്ടെന്ന് ഡയലോഗ് പറയണം. അല്ല ഞാൻ പറയണ വില്ലനാണ് അതില്. അപ്പൊ ഒരു വലിയൊരു പേജ് ഡയലോഗ് വന്നു എനിക്ക്. അതേ പറഞ്ഞുതരാം, വലിയൊരു പേജ് വിനോദേട്ടൻ. അപ്പൊ നല്ല പരിചയമാണല്ലോ. അപ്പോൾ ഞാനിത് വായിച്ച എന്തായാലും തീരില്ല എന്ന് എനിക്കറിയാം, ഞാനല്ല വായിക്കണം. അപ്പൊ എന്തായാലും തീരില്ല. ഞാൻ പറഞ്ഞ പ്രൊമറ്റീനോട് നിന്ന് വായിച്ചേ കേൾക്കണം. എൻ്റെ ഇവിടുന്ന് ഇവിടെ ഒരു പേജ് ഡയലോഗ്. അപ്പൊ ഞാൻ പറഞ്ഞു വിനോദൻ്റെ അടുത്ത് പോയി, വിനോദൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഈ സാധനം ഞാൻ കാണാണ്ട് വായിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ ഈ 8ാം ക്ലാസ്സിൽ 17 വയസ്സിൽ എത്തില്ല, അതിൽ മുന്നേ ജയിച്ചു പോയാണ്. അപ്പോൾ ഞാൻ ഈ 8ാം ക്ലാസ്സും കുസ്തിയാറാണ് ഈ ഒരു പേജ് ഡയലോഗ് വന്നിരിക്കണേന്ന്. ഞാൻ പോയി മണിബായോട് പറഞ്ഞു, ഞാനെങ്ങനെ പറയാനാ മണിബായി. അപ്പം എന്നോട് മണി നീ ഒരു കാര്യം ചെയ്തോ, പ്രൊമിറ്റ് ചെയ്ത് തരും. അപ്പം നീ ഒരു ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞ നടന്നു നോക്കുമോ പറഞ്ഞു. ബായ കൊണ്ട് അത് ശരിയായി. പിന്നെ അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തു. ടെൻഷനില്ലാണ്ടായി. അപ്പൊ ചേട്ടൻ ഒരു കാര്യം ചെയ്യണം, എന്തായാലും ഇപ്പം സിനിമ എല്ലാം ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് ചേട്ടൻ പ്രേക്ഷകർക്ക് അറിയാം ആണേ.
അപ്പൊ ചേട്ടൻ ശരിക്കും അതിന്റെ ഉത്തരം എനിക്ക് തന്നെ അറിയാം, പക്ഷെ എന്നാലും ഈ പന്ത് കളിക്കുന്നതാണ് ഏറ്റവും ഈസി അതോ സിനിമയിൽ അഭിനയിക്കുന്നതാണ് ഏറ്റവും ഈസി? പന്ത് കളിക്കണതാണ് ഈസി, കാരണം കളി അറിയണല്ലേ, അത് ഭയങ്കര പാടല്ലേ. ഇപ്പൊ അറിയില്ല എന്ന് പറയാൻ പറ്റില്ലേ? അറിയില്ല, പക്ഷെ ഇതിലൊരു ഗുണമുണ്ട്. ഏതില്? സിനിമയില് എത്ര ടേക്ക് വേണമെങ്കിൽ എടുക്കാം, എത്ര ടേക്ക് വേണമെങ്കിൽ എടുക്കാം, ശരിയാവണവരെ എടുക്കാം. പക്ഷെ ഫുട്ബോള് ടേക്കില്ലല്ലോ, ഷാർപ്പ് സെക്കൻഡിലൊക്കെ എന്തെങ്കിലും ചെയ്യണല്ലേ വെറൈറ്റികള്. ഇതിപ്പോ ചെയ്ത് ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്തതിൽ എടുക്കാം. അങ്ങനെ കുറച്ച് ഈസിയാണ് ചെയ്യാൻ, പക്ഷെ ഇതില് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അറിയണ കാരണം നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളൂ, ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഇത് അറിയാത്തതാണ്ട് ഒരു ഇച്ചിരി പ്രയാസം തോന്നുന്നതാണ്. എന്നാൽ ഞങ്ങളൊക്കെ കണ്ട ഒരു കാഴ്ച പറഞ്ഞു തരട്ടെ. ഇപ്പൊ ബിഗൽ എന്ന് പറഞ്ഞ ഫിലിം ഇറങ്ങിയല്ലോ, ഇത്രയും വലിയൊരു കളിക്കാരൻ അതിനകത്ത് വില്ലനായിട്ടാണ് വിജയൻ ചേട്ടൻ ചെയ്തത്. ഒരു സെക്കൻഡ് പോലും ബോൾ തൊടുന്ന കണ്ടിട്ടില്ല, പക്ഷെ അതിനകത്ത് വിജയ് ഇളയ ദളപതി ഫുൾ ഫുട്ബോൾ വെച്ചാണ് കളിക്കുന്നത്. അതിന് ശരിക്കും ആസ് എ പ്ലെയർ ഒന്ന് കളിക്കാൻ തോന്നിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും? അത് ആറ്റ്ലി സാർ ഒരു ബുദ്ധിയാണ്. കാരണം അതെല്ലാവർക്കും അറിയാം, ലോകം മൊത്തം അറിയാം അതൊരു ഫുട്ബോൾ ഫിലിമാന്ന്. പക്ഷെ എന്നെ അവിടെ വിളിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ട് ഞാൻ ഒന്നില്ലെങ്കിൽ വിജയുടെ കോച്ചായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിന്റെ അഗെയിൻസ്റ്റ് കോച്ചായിട്ടുള്ള പ്രശ്നമോ, അതിൽ കുറെ പേര് പറഞ്ഞു വിജയുടെ അച്ഛനായിട്ടാണെന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വില്ലനാണെന്ന്. പക്ഷെ കുറേ ട്രailer വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും കാണിച്ചു, എന്നെ കാണിച്ചിട്ടില്ല. അത് ആറ്റ്ലീറ്റ്, കാരണം ഞാനൊരു നാഷണൽ പ്ലെയറാണ്. അപ്പം എല്ലാവരും വെച്ച് ഇതിൽ കംപ്ലീറ്റ് ഫുട്ബോൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പടം ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും വില്ലനാണ്. ഈ വിജയനെ കണ്ട ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കര വിജയ് എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ കട്ട ഫാനാണ് വിജയുടെ. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ വന്നു, ഞാൻ പറഞ്ഞു സർ വിജയൻ സർ എന്നൊക്കെ പറഞ്ഞു, ഫുട്ബോൾ തരും സർ, ഞങ്ങളുടെ പടത്തിൽ അഭിനയിക്കാൻ വന്നതിന് അപ്പോൾ നന്ദി സർ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര കൂളായിട്ട് ഞാൻ ചപ്പുള്ളതുള്ളത്. പക്ഷെ ആ പടം കഴിയുന്ന ഒരാളങ്ങനെയാണ്, ഭയങ്കര കൂള്. അയ്യോ ഒരു തലക്കന ഡൗൺ ടു എർത്ത്. ഞാൻ ചോദിച്ചു സർ എൻ്റെ വൈഫിനെ കൊണ്ടിട്ട് സാർ പിള്ളേരിനെ ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞു. പറയല്ലോ കൂട്ടിക്ക് സാർ കൊണ്ടുപോയി സാർ. അപ്പം അവരിത് കേരളത്തിലേക്കാണ്. അപ്പം ഇത് വന്നു ചെന്ന് സാർ വൈഫ്, അപ്പം ആളെനിട്ട് ഒക്കെ മാഡം നോക്കി കസാരയൊക്കെ എടുത്ത് കൊടുക്കുക. അതിനെ ഷോക്കെ ഞാൻ കണ്ട രാജി നോക്കിയാൽ എങ്ങനെ ഉണ്ട് ആള്, അത്ര ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞല്ലേ സംഭവമാണ് ആള്. ഞാൻ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എനിക്ക് അവിടെ. ഞാൻ എന്നോട് പറഞ്ഞു ആ റേസസ് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അപ്പൊ ചവിട്ടണം എന്ന് പറഞ്ഞു, ചെസ്റ്റിലിങ്ങനെ ചവിട്ടണം. ഞാൻ മുടിയാതെ സാർ ആ ബാറ്റ്, അതാ വിജയ് സാർ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ആ ബാറ്റിൽ ഇത് വന്ന് എന്ത് ബാറ്റിലോട് വെച്ചിട്ടുണ്ട്. അല്ല സാറ് ரொம்ப ഫാൻ സാർ, ചവിട്ടാൻ മുടിയില്ല. വിജയ് സാർ എന്ത് ചെയ്യുന്നു, എൻ്റെ കൈ പിടിച്ചിട്ടേ ആളെ ചെസ്റ്റിൽ വെച്ചിട്ടില്ലേ എനിക്ക് ചവിട്ടിയിട്ട് സാറിന് തട്ടിയിട്ട് എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി എന്താ മാതിരി തട്ടി. ആളെ ബുദ്ധിയുള്ളവരെ ഞാൻ കാലും ഇങ്ങോട്ട് കൊണ്ടുവന്നു ടച്ച് ചെയ്യുമ്പോൾ ആളങ്ങോട്ട് വീണു. പക്ഷെ ആ പറയാനുള്ളൊരു സന്മനസ് ഉണ്ടായാലും ഇത്രയും വലിയ ആക്ടർ, അതാണ് പറഞ്ഞത് ഭയങ്കര വലിയൊരു അനുഭവമാണ്. ആരാധിക്കുന്നത്, കാരണം അച്ഛനായിട്ട് ഭയങ്കര സീരിയസ് ആദ്യം വർത്താനൊന്നുമില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞ് അറിഞ്ഞൂടെ. അപ്പോൾ അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഭാഗം കഴിഞ്ഞ് പിന്നെ മോനായി വന്ന്. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ് സ്ഥലത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരാള് പറന്ന് കിടക്കണം അവിടെ, അത് ചുള്ളൻ കൈ ഇത്രയൊക്കെ വെച്ചൊരു ക്യാപ്റ്റൻ്റെ ബാൻഡ് പറഞ്ഞു. ഞാൻ ചെയ്ത് വിജയുടെ കാട്ടുണ്ടല്ലോ, ഇത് ആരപ്പോൾ ഇത് ഇങ്ങനെ. അച്ഛൻ്റെ സീനായിട്ട് നോക്കിയപ്പോൾ ഈ ചായൻ്റെ അവിടെ പറന്ന് കിടക്കണ്, എല്ലാവരും ഇടയിൽ ചായ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പെട്ടെന്ന് ചേഞ്ച് ആയി. അച്ഛന് എന്താ അവിടെ നിന്ന് കസാരൊന്നും എനിക്കില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് മോൻ മാറി അഷ്ബൂഷിന്റെ ആളെ വന്നില്ല. ഭയങ്കര ഭയങ്കര രസം. അതിനോട് പന്തളീനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കും, വെറുതെ ഇങ്ങനെ ഇരിക്കും, എന്തൊക്കെ എങ്ങനെ സാർ എപ്പടി സാർ ബാക്ക് സാർ എല്ലാം അടിക്കുന്നത്. അല്ല ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു ഞാനിപ്പോ ഫുട്ബോളൊക്കെ കഴിഞ്ഞു, ഫൈറ്റ് ഞാൻ ചിലപ്പോൾ ഷൂട്ട് ഫുട്ബോളിന്റെ ഭാഗം എടുത്തു കഴിഞ്ഞു പറഞ്ഞു. എൻ്റെ മോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മോന് ഞാൻ നോക്കിയപ്പോ ആറ്റ്ലീറ്റ് കൂടെ നിന്ന് ഭയങ്കര സംസാരം. എൻ്റെ മോൻ ഞാൻ അവിടെ നിന്ന് ഞാൻ തന്നെ ഇരുന്നിട്ടില്ല അത്ര സമയം. ഞാനൊന്ന് അങ്ങോട്ട് നടക്കും, ഇങ്ങനെ നോക്കാം, അവനെ നോക്കും, എനിക്ക് നോക്കി അങ്ങനെ അങ്ങോട്ട് ഒരു മണിക്കൂർ എന്ന് വർത്താനം സംസാരിക്കട്ടെ. ഞാൻ ചോദിച്ചു എന്താണ് നീ ഇത്ര അധികം വർത്താനം പറഞ്ഞ റൂമിൽ വന്നേ? ഒന്നുമില്ല. അപ്പൊ അവൻ ഇതാണ് വീഡിയോ അനലൈസിങ് ആണ് അവൻ.
അവൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫുട്ബോളിൻ്റെ വീഡിയോ അനലൈസിങ് VR ഒക്കെ ഇല്ലേ, അതിൻ്റെ വീഡിയോ അനലൈസിങ് ബോംബെ പോയി പഠിച്ചത്. അപ്പോൾ ആക്ച്വലി പറയാണ്, അപ്പോൾ അവൻ ഇങ്ങനെ ഫുട്ബോളിനെ കുറിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ അനലൈസിങ് ഫുട്ബോളിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ ഫുട്ബോൾ കുറേ കൊറിയോഗ്രാഫി ചെയ്യാണ്ടായിരുന്നു. ഇവൻ്റെ കഷ്ടകാലം എന്ന് ആലോചിച്ചാൽ മതി. ഇവൻ പറഞ്ഞല്ലേ, അപ്പോൾ ആറ്റിൽ പറയാം ആരോമനെ നേരത്തെ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇത് ടീമിൻ്റെ കൊറിയോഗ്രാഫർ ആക്കിയായിരുന്നു. അതായത് ഈ വിജയ് പടത്തിൻ്റെ ഫുട്ബോളിൻ്റെ കൊറിയോഗ്രാഫർ ആക്കിയായിരുന്നു നിന്നേന്ന് പറഞ്ഞു. അത് അവൻ്റെ കഷ്ടകാലം. അപ്പോൾ ഈ ഫുട്ബോളൊക്കെ എടുത്തു കഴിഞ്ഞു. കഷ്ടകാലം. പക്ഷെ അതിന് ഭാഗ്യം കിട്ടി. ഇപ്പോൾ ഒരു മലയാളം പടവും ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യമാണ്. ഭയങ്കര ഭാഗ്യമാണ് കിട്ടി കഴിഞ്ഞാൽ. ആറ്റിലൊരു കൂടല്ലേ, ചിന്തിക്കാൻ പറ്റും. ചേട്ടാ ഇപ്പൊ ഈ ഫുട്ബോളിലാണേലും പോലീസ് ഓഫീസേഴ്സ് ആണേലും സിനിമയിലാണേലും ഒത്തിരി സൗഹൃദം ചേട്ടൻ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് സൗഹൃദങ്ങൾ ആരൊക്കെയായിരുന്നു ഫിലിമിൽ അത്രയും ക്ലോസ് ആയത്? ഇപ്പൊ ആനപ്പറമ്പിൽ വേൾഡ് കപ്പ് പടം ചെയ്തു. ഇപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് എത്ര ഇഷ്ടമാവും. കാരണം നമ്മളിപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് പോയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും നമ്മളെ, എന്താണ് ആശാന എന്താ വിശേഷം, അവര് പിള്ളേരാണ്. ആശാന എന്താ വിശേഷം, എന്താണ് വിശേഷം, എവിടെയാണ്. അപ്പം 3 പെപ്പെ, ലുക്മാൻ അവരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ബാലു വർഗീസ്, ഇവർ 3 പേര്, ഇവർ 3 പേര് കട്ട കമ്പനിയാണ്. പിന്നെ മോനാണ് ആ പടത്തിന്റെ കൊറിയോഗ്രാഫി ചെയ്ത് ആനപ്പറമ്പ് വേൾഡ് കപ്പ്. അതൊരു ഭാഗ്യം അല്ല. ഞാനതില് കോച്ചും അവനെ അഭിനയിച്ചിട്ടുണ്ടായില്ലേ, ഞാനതിൽ കോച്ചും അസിസ്റ്റന്റ് കോച്ചുമാണ്. എന്റെ പേര് അയ്യം വിജയൻ തന്നെ, അവന്റെ പേര് ആരോമൽ തന്നെ. പക്ഷെ അതിന്റെ ഫുട്ബോൾ കൊറിയോഗ്രാഫി ചെയ്ത് അവനാണ്. പിന്നെ അതില് ഞങ്ങൾ 3 പേര് അഭിനയിച്ചിട്ടുണ്ട്. മണിച്ചേട്ടൻ അപ്പൊ എവിടെയാ കണ്ടേ? ശരിക്കും മണീന് കൊല്ലങ്ങളായിട്ടുള്ള പരിചയമുള്ള ചെറുപ്പത്തിലെ ശരിക്കും ഞങ്ങള് പ്രേക്ഷകരൊക്കെ വിചാരിച്ചെന്താ അറിയോ, ഭയങ്കര ക്ലോസ് ആണ്. ഒന്നെങ്കിൽ ചേട്ടനനിയെ ബന്ധം കാണുമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കും എന്ന് ഞങ്ങൾ ഒരു എന്താ പറയാ ഒരു ചേട്ടനും ബന്ധം തന്നെയായിരുന്നു. വലിയൊരു ബന്ധം തന്നെയായിരുന്നു. വലിയൊരു വേദനയുള്ള സംഭവം തന്നെയാണ്. മനുഷ്യനെ പോലെ നാടൻ പാട്ടുകളൊക്കെ അറിയാം വിജയൻ ചേട്ടൻ? എല്ലാം ചോദിച്ചാ പറയാ എന്താ പറയാ, പന്ത് തരൂ കളിക്കാന്ന് പറയും, അല്ലാതെ ഒന്നും അറിയില്ല. ശരിക്കും ചുമ്മാ ആരെങ്കിലും ഇനിയിപ്പോ മണിച്ചേട്ടനെ പോലെ ഒരു നാടൻ പാട്ട് പാടാൻ പറഞ്ഞാൽ അതും പാടുവേ. എന്താ വെച്ചാൽ അടുത്ത ഇന്റർവ്യൂല് ഞാൻ ചോദിക്കും ഇപ്പൊ പാട്ടും പാടി തുടങ്ങിയ ചോദിക്കും, ഒന്നും അറിയില്ല. പാട്ടൊന്നും പാടില്ല. ചേട്ടൻ ഒരു മോനാണല്ലേ? ഒരു മോനും 2 മോളും. മോളുടെ കല്യാണം കഴിഞ്ഞ് കൊച്ചായി. പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിചാരിക്കുന്ന അപ്പച്ചനായെന്ന്. അല്ലേ അതൊന്നും പറയത്ത് പോലുമില്ല. ഞാൻ പറയാൻ നിക്കാണ് അപ്പൂപ്പനാണ്. പക്ഷെ നാട്ടുകാർക്ക് ഇപ്പഴല്ലേ മനസ്സിലായുള്ളൂ. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അവിടെ തൃശ്ശൂരൊക്കെ നല്ലോണം അറിയാം. പക്ഷെ ചില മനുഷ്യരെല്ലാരും അവിടെ ഇവിടെയൊക്കെ കോണുകളിലൊക്കെ ഞങ്ങൾക്ക് ആ അറിവില്ലാതിരിക്കുന്നവരുണ്ടല്ലോ. പിന്നെ താഴെ മോള് ഇപ്പൊ ഡിഗ്രി ഫൈനൽ ഇയർ. ഒരു കാര്യം കൂടെ വിജയൻ ചേട്ടാ, പോലീസ് ഓഫീസർ അല്ലേ? ശരിക്കും ഞങ്ങളൊക്കെ സിനിമയെ കാണുന്നവരെ ചുരുക്കം പറഞ്ഞ എന്റെ ഏട്ടന്റെ സിനിമ തന്നെ എടുത്തോ, ഈ ശരിക്കും പോലീസ് ഓഫീസേഴ്സിന്റെ ജീവിതത്തിൽ അങ്ങനെയാണോ? ഏട്ടന് പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയില്ലേ? ഭയങ്കര ഇഷ്ടം. ഏട്ടന് ഭയങ്കര ഒരു ആരാധനയാണ്. ഞാൻ ചെറുപ്പത്തില് പോലീസിൽ വന്നല്ലേ, 17 വയസ്സിൽ പോലീസിൽ വന്നാ. അത് ശരിക്കും ഫുട്ബോൾ 17 വയസ്സിൽ വരുമ്പോ 8ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. അതറിയില്ലേ? ഇല്ല. 8ാം ക്ലാസ്സിൽ വരെ പഠിച്ച പോലീസ് ആവാൻ പറ്റുമോ? ഇല്ല, ഞാൻ 5 കൊല്ലം തോറ്റിട്ടാണ്. വെരി ഗുഡ്. എന്നാ നല്ലൊരു അറിവ് ചേട്ടാ. 1ല് 1 കൊല്ലം, 2ല് 2 കൊല്ലം, 3ല് 3 കൊല്ലം, 4ല് 4 കൊല്ലം, 5ല് 5 കൊല്ലം തോറ്റെന്ന്. അപ്പൊ എത്ര വയസ്സ്? 100 വയസ്സോ? അതല്ലേ പോലീസിന് ജോലി കിട്ടിയ? അല്ല, 5ല് ഞാൻ 5ലെത്തി. വേറെ സ്കൂളിൽ നിന്ന് 4ന്ന് 5ലേക്ക് ജയിച്ചു. 5ല് വന്നു. 5ല് 5 കൊല്ലം തോറ്റു അവിടെ ഇരുന്നിട്ട്. ചേട്ടാ എങ്ങനെ സാധിച്ചത്? അതെന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ ചോദിക്കാൻ ഇടയ്ക്ക് പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ ഇടയ്ക്ക് അങ്ങനെ വിളിക്കും. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഇടയ്ക്ക് എന്നെ വിളിക്കും. സ്കൂളിൽ എല്ലാവരും പോകാറുണ്ട്. ഞാൻ അവിടുത്തെ മാഷ്മാരും ടീച്ചർ. അപ്പോൾ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ അവർ. സ്കൂള് CMS സ്കൂളിൽ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് 17 വയസ്സിലാണ് ഞാൻ 8ലെത്തണത്. അപ്പോഴാണ് എനിക്ക് പോലീസിൽ ജോലി കിട്ടിയിട്ട് വരണത്. വന്നിട്ട് 17 വയസ്സ്. പക്ഷേ 18 വയസ്സാവണ്ടേ അപ്പോയിൻമെൻ്റ് ആവണമെങ്കിൽ. അപ്പോൾ ഞാൻ 6 മാസം ഇവിടെ ഗസ്റ്റ് കളിച്ചു. അതിനിട്ട് 18 വയസ്സ് അപ്പോയിൻമെൻ്റ് ആയി. എന്നിട്ട് കറക്റ്റ് 18 വയസ്സിൽ പോലീസിൽ കയറിയതാണ് ഞാൻ. അപ്പം എൻ്റെ ഭാഗ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജോസഫ് സാറിനെ അറിയിക്കും. MK ജോസഫ് സാറിനാണ്. പിന്നെ ഒരു മരിച്ചു പോയ 2 പേര് മരിച്ചു. ഗോപിനാഥ് സാർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഓഫീസിൽ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇവിടെ നിന്നാൽ മതി. പക്ഷെ അപ്പം അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പോർട്സ് എടുത്തില്ലേ, അവർക്ക് എല്ലാവർക്കും കരുണാകരൻ സാറായിരുന്നു അന്ന്. അപ്പോൾ എല്ലാവർക്കും ജോലിയും
കുറെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടില്ല. അതൊന്നും ആലോചിക്കുക, എത്ര സ്പോർട്സുകാരാന്നറിയാം ഞങ്ങളുടെ. സത്യം. പക്ഷെ നല്ല റിസൾട്ട് ഉണ്ടാകും. ഈ കേരള പോലീസ് 2 കൊല്ലം ഫുട്ബോൾ ടീം ഫെഡറേഷൻ കപ്പ് എടുക്കാന്ന് പറഞ്ഞ ചരിത്രമാണ് അതൊക്കെ. കാരണം എന്ന് വെച്ചാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ടീമാണത്, അല്ല ഒരു ഫോഴ്സ് ആണ്. അത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ക്ലബ്ബുകളൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ അത് അന്ന് ബെസ്റ്റ് പ്ലേയേഴ്സ് ആയിരുന്നു. സത്യേട്ടൻ, ഷറഫ് അലി, പാപ്പച്ചൻ, കുരിയേഷ് മാത്യു എന്നൊക്കെ പറഞ്ഞ പുലികൾ, ചാക്കോ. അപ്പൊ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു വമ്പം പുലികളായിരുന്നു അന്ന്. അപ്പൊ ഇന്ത്യയുടെ ബെസ്റ്റ് ടീം അന്നത്തെ പുലികളായിരുന്നു അവരൊക്കെ. അത് കഴിഞ്ഞ് കുറെ കൊല്ലം കഴിഞ്ഞപ്പോൾ ടീം കുറച്ച് പിന്നെ പൂർവ്വം ഞങ്ങളൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ തിരിച്ചു വന്നു. ഇപ്പോൾ വന്നിട്ട് കുറച്ച് കൊല്ലമായി. അപ്പോൾ ഞാൻ വരുമ്പോൾ പ്ലെയറായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ടീമിൻ്റെ ടെക്നിക് ഡയറക്ടറാണ് പോലീസ് ടീമിൻ്റെ. പക്ഷെ ഞങ്ങൾ അന്ന് നമ്മുടെ മാനേജ്മെൻറ്റ് നല്ല സ്പോർട്സിനെ കുറിച്ച് ഭയങ്കര ഇത് വേണം, പോലീസ് ടീമിന് ഇങ്ങനെ ആക്കണം എന്നുള്ള കുറേ പേർക്ക്. ഇപ്പോൾ അതേപോലെ ഒരു ഓഫീസറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്പോർട്സ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയ DGPയും അതിൻ്റെ സ്പോർട്സ് ഓഫീസറും കിട്ടിയിട്ടുണ്ട്. കാരണം മനോജ് അബ്രാം സാറിനെ അറിയാം. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പം നല്ലൊരു റിസൾട്ട് കിട്ടിയത്. ഇപ്പോൾ ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് ഞങ്ങൾ വിൻ ചെയ്തു. ഇതിപ്പോൾ റീസെൻ്റ്ലി അപ്പം 7 പേരിനെ ജോലിക്ക് കൊടുത്ത അത് ഫുട്ബോളിൽ മാത്രം. അങ്ങനെ എല്ലാ ഇവന്റിൽ നിന്ന് 10-100 പേർക്ക് ഗവൺമെന്റ് ജോലി കൊടുത്തപ്പോൾ എത്ര കുടുംബം രക്ഷപ്പെടണം. സത്യം. ഇനി ഇത്രയും ഫിറ്റ്നസ് ആയുള്ള ചേട്ടൻ വരെ ഡയറ്റ് കൺട്രോൾ ഉണ്ടോ? ഞാൻ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇപ്പൊ പൊട്ടിച്ചോണം. ഇല്ല ഞാൻ എല്ലാം കഴിക്കും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് പരിപ്പൂട്ടാനും ചോറൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. ഞാനിപ്പോ എന്തായാലും ഇവിടെ ഒരു മട്ടൺ ചോപ്സും പത്തിരിയാ വെച്ചേ. മട്ടന് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ പിന്നെ എനിക്ക് സന്തോഷം. ചേട്ടന് ഇഷ്ടം വെജിറ്റേറിയൻ ആണ്? പല സ്ഥലത്തും പോണല്ലോ, നമുക്ക് എല്ലാം യൂസ്ഡ് ആവണല്ലോ. അത് ശരിയാ. ചേട്ടാ ഈ ഹെയർ കട്ടിന്റെ ഉദ്ദേശം എന്താണ്? നേരത്തെ 10 മിനിറ്റ് മുമ്പ് പറഞ്ഞല്ലോ അപ്പൂപ്പനായിന്ന്. അല്ല, കൊച്ചു വളർന്നു വരുമ്പോ അപ്പൂപ്പൻ യോ ആണെന്ന് പറയാൻ വേണ്ടിട്ടായിരിക്കും യോ അപ്പൂപ്പനാന്ന്. പക്ഷെ ഇനിയിപ്പോ എത്ര യോ ആണെങ്കിലും അല്ലെങ്കിലും വിജയൻ ചേട്ടനെയൊക്കെ ഏട്ടനും കാലങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ കൾച്ചറും നമ്മുടെ ട്രഡീഷനും വിട്ടുള്ള ഒരു കളിയും കളിക്കുകയല്ല, അത് വേറെ കാര്യം. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു യോ ആയാൽ ഹാപ്പി അല്ലേ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷെ എന്തായാലും ഐ എം സോ ഹാപ്പി. എൻ്റെ ആനീസ് കിച്ചൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ആണ്. അതെ, ഒരു ഭാഗ്യല്ലേ എനിക്ക്. അതാ കാര്യം, ചേട്ടനല്ലേ ഞങ്ങൾക്ക്. കാര്യം എന്നാന്നറിയോ, ഞങ്ങളെ പോലെ കുറേ വീട്ടമ്മമാരുണ്ട് ചേട്ടാ, ഇങ്ങനെ അടുക്കള വീട് എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്ന കുറേ ചേച്ചിമാർ. അത്ര ആ അമ്മമാർക്കും ആ ചേച്ചിമാർക്കും ഒക്കെ ഈ ഒരെണ്ണം കാണുമ്പോ എന്ത് സന്തോഷായിരിക്കും അല്ലേ? അത് ആ വിശേഷങ്ങളൊക്കെ അറിയുമ്പോ ഭയങ്കര സന്തോഷം. എനിവേ, താങ്ക് യു വെരി മച്ച് വിജയൻ ചേട്ടാ. ഇവിടെ വന്ന് ഇച്ചിരി നേരം സംസാരിച്ചു, സന്തോഷം പങ്കിട്ടു. ചേച്ചിയോടും മക്കളോടും ഒക്കെ എന്റെ അന്വേഷണം പറയാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്.